മനുഷ്യർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രണ്ട് ഓർഗാനിസംസ് ആണ് സാൽമണല ആൻഡ് ഷിഗല്ല. BSA മീഡിയ ആണ് ഐസൊലേഷൻ ഓഫ് സാൽമണല ടൈഫി. ഓക്കെ, ഓൺ ദിസ് മീഡിയം സാൽമണല ടൈഫീസ് ഈ XLD-ല് മീഡിയയിൽ ഒരു ബ്ലാക്ക് സെന്റർ ആയിട്ടായിരിക്കും നമ്മുടെ സാൽമണല കാണുക. ഷിഗല്ലയ്ക്ക് ബ്ലാക്ക് സെന്റർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ഡിഫറൻസ്. മെക്കോങ്കി തന്നെയാണ്. ഷിഗല്ല സ്പീഷീസ് എന്താണ്? നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് തന്നെയാണ് അല്ലെ, NLF. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് സാൽമണലയുടെയും ഷിഗല്ലയുടെയും കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നോക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ മനുഷ്യർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രണ്ട് ഓർഗാനിസംസ് ആണ് സാൽമണല ആൻഡ് ഷിഗല്ല. ഷിഗല്ല ആണെങ്കിൽ നമ്മൾ ഈയിടെയായിട്ട് ന്യൂസിലൊക്കെ വളരെയധികം സ്ഥാനം പിടിച്ച ഒരാളാണ് ഷിഗല്ല. ഷിഗല്ല ബാധിച്ചിട്ട് ഒരുപാട് ന്യൂസ് ഒക്കെ നമ്മൾ ഈയിടെയായിട്ട് നമ്മൾ ന്യൂസ് ചാനലൊക്കെ കണ്ടിരുന്നു. ഓക്കെ, അപ്പൊ കൾച്ചറിംഗ് ദ കൾപ്രിറ്റ്സ്. ഏതൊക്കെ കൾപ്രിറ്റ്സ് ആണ്? സാൽമണലയും ഷിഗല്ലയും. ഓക്കെ, അപ്പൊ അവരെങ്ങനെ കൾച്ചർ ചെയ്യാം, അവരെ കൾച്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏതൊക്കെ മീഡിയാസ് ആണുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഫസ്റ്റ്, മീഡിയ ഫോർ സാൽമണല ടൈഫി. സാൽമണല ടൈഫിയുടെ പറയുന്ന ഒരു പേര് എന്താണ്? എൻഡറിക് ഫീവർ എന്നാണ് അല്ലെ, എൻഡറിക് ഫീവർ എന്നാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് എൻറിച്ച്മെന്റ് മീഡിയ. എന്താണ് എൻറിച്ച്മെന്റ് മീഡിയയുടെ ഡ്യൂട്ടി വരുന്നത്? ദീസ് ആർ ലിക്വിഡ് മീഡിയ ആണ് അല്ലെ. എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് മീഡിയ ആണ്. ദീസ് ആർ ലിക്വിഡ് മീഡിയ ദാറ്റ് ഇൻഹിബിറ്റ് നോർമൽ ഇന്റസ്റ്റൈനൽ ഫ്ലോറ വൈൽ അലോവിംഗ് ദ പാത്തോജൻസ് ടു മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള മീഡിയനൊക്കെ ബാക്കിയുള്ള ഫ്ലോറേനൊക്കെ നോർമൽ ഇന്റസ്റ്റൈനൽ ഫ്ലോറേനൊക്കെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ പാത്തോജൻസിനെ മാത്രം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ, അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ സെലനേറ്റ് എഫ് ബ്രോത്ത്. ഏതൊക്കെ എൻറിച്ച്മെന്റ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെലനേറ്റ് എഫ് ബ്രോത്ത് ആണ്. അതാണ് സ്പെസിഫിക്കലി സാൽമണലയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു എൻറിച്ച്മെന്റ് മീഡിയ. ഓക്കെ, സ്പെസിഫിക്കലി യൂസ്ഡ് ഫോർ ദ എൻറിച്ച്മെന്റ് ഫോർ സാൽമണല ഫ്രം ഫീക്കൽ സാമ്പിൾ നിന്ന്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സെലനേറ്റ് എഫ് ബ്രോത്ത്. ദെൻ നെക്സ്റ്റ് ടെട്രാതൈനേറ്റ് ബ്രോത്ത് ആണ്. ഏതാണ്? ടെട്രാതൈനേറ്റ് ബ്രോത്ത് ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യുക. അനദർ എൻറിച്ച്മെന്റ് മീഡിയം യൂസ് ടു ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് സാൽമണല. അപ്പൊ സാൽമണലയ്ക്ക് യൂസ് ചെയ്യുന്ന എൻറിച്ച്മെന്റ് മീഡിയ ആണ്. അതിൽ എന്ത് നമ്മൾ കണ്ടു? സെലനേറ്റ് എഫ് ബ്രോത്ത് കണ്ടു, ടെട്രാതൈനേറ്റ് കണ്ടു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ സോളിഡ് മീഡിയ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻറിച്ച്മെന്റ് മീഡിയ നമ്മൾ പറഞ്ഞു ലിക്വിഡ് മീഡിയ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ സോളിഡ് മീഡിയ ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, വിൽസൺ ആൻഡ് ബ്ലെയർ ബിസ്മുത്ത് സൾഫേറ്റ് അഗർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യാം. വിൽസൺ ആൻഡ് ബ്ലെയർ ബിസ്മുത്ത് സൾഫേറ്റ് അഗർ, BSA. ഓക്കെ, BSA. This is highly selective and considered the one of the best media for ഐസൊലേഷൻ ഓഫ് സാൽമണല ടൈഫി. അപ്പൊ വളരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മീഡിയ ആണ് ഏത്? BSA മീഡിയ ആണ് ഐസൊലേഷൻ ഓഫ് സാൽമണല ടൈഫി. ഓക്കെ, ഓൺ ദിസ് മീഡിയം സാൽമണല ടൈഫി ടിപ്പിക്കലി ഫോം എ ജെറ്റ് ബ്ലാക്ക് കോളനി വിത്ത് മെറ്റാലിക് ഷെയ്ഡ്. അങ്ങനെയാണ് അത് അപ്പിയർ ആവുക. എന്താണ്? ജെറ്റ് ബ്ലാക്ക് കോളനി വിത്ത് മെറ്റാലിക് ഷെയ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ടു BSA. ഏതായിരുന്നു? വിൽസൺ ആൻഡ് ബ്ലെയർ ബിസ്മുത്ത് സൾഫൈറ്റ് അഗാർ. ഓക്കെ, BSA അതാണ് ആദ്യത്തെ. ദെൻ രണ്ടാമത്തെ ഡിയോക്സികോളേറ്റ് സിട്രേറ്റ് അഗർ, DCA. ഓക്കെ, DCA, a selective medium that inhibit most commensal bacteria and allow for the growth of salmonella and shigella. സാൽമണലയ്ക്കും ഷിഗല്ലയ്ക്കും കേട്ടോ DCA ആണ്. ബാക്കിയുള്ള ബാക്ടീരിയനൊക്കെ കമൻസൽ ബാക്ടീരിയ ഒക്കെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഇവര് സാൽമണലയും ഷിഗല്ലയും മാത്രം പ്രൊമോട്ട് ചെയ്യാണ് ഗ്രോത്തിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഏതാ കണ്ടത്? വിൽസൺ ആൻഡ് ബ്ലെയർ ബിസ്മുത്ത് സൾഫൈറ്റ് അഗാർ ആണ്, BSA. അതാണ് ഏറ്റവും ബെസ്റ്റ് മീഡിയ എന്ന് പറയുന്നത്. ദെൻ DCA നമ്മൾ കണ്ടു. ദെൻ നെക്സ്റ്റ് നോക്കാം, മെക്കോങ്കി അഗാർ ആണ്. മെക്കോങ്കി അഗാർ ഡിഫറൻഷ്യൽ മീഡിയം വേർബ് സാൽമണല അപ്പിയേഴ്സ് എ പെയിൽ കളർ ആയിരിക്കും. നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് കോളനീസ് ആയിരിക്കും ഉണ്ടാവുക. എന്താണ്? NLF, നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് കളറിലില്ല. ഓക്കെ, കളർലെസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, സൈലോസ് ലൈസിൻ ഡിയോക്സികോളേറ്റ്, XLD. നമ്മുടെ ലാബിൽ സാൽമണല വളരെയധികം യൂസ് ചെയ്ത് വരുന്ന ഒരു മീഡിയ ആണ് XLD, യൂസ് ടു റാപ്പിഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സാൽമണല സ്പീഷീസ്. ഈ XLD-ല് മീഡിയയിൽ ഒരു ബ്ലാക്ക് സെന്റർ ആയിട്ടായിരിക്കും നമ്മുടെ സാൽമണല കാണുക. ഷിഗല്ലയ്ക്ക് ബ്ലാക്ക് സെന്റർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതാണ് ഒരു മെയിൻ ഡിഫറൻസ്. ഇങ്ങനെ കുഞ്ഞു കോളനീസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിലൊക്കെ എന്തായിരിക്കും? ബ്ലാക്ക് സെന്റർ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ബ്ലാക്ക് സെന്റർ ഉണ്ടായിരിക്കും XLD-ലിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഷിഗല്ലയ്ക്കാണെങ്കിൽ കുഞ്ഞു കോളനീസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ട്രാൻസ്പോർട്ട് മീഡിയ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എൻറിച്ച്മെന്റ് മീഡിയ കഴിഞ്ഞു, അതിനുശേഷം സെലക്റ്റീവ് മീഡിയ കണ്ടു. ഇനി ട്രാൻസ്പോർട്ട് മീഡിയ നോക്കാം. അതിൽ കാരി ബ്ലെയർ മീഡിയ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഒന്ന് നോട്ട് ചെയ്യുക. കാരി ബ്ലെയർ മീഡിയ ഇസ് എ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് മീഡിയം ഡിസൈൻ ഫോർ ദ എൻഡറിക് പാത്തോജൻസ്. ഓക്കെ, എൻഡറിക് പാത്തോജൻസ്. ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ് ഫോർ പ്രിസർവിംഗ് വയബിലിറ്റി. നമ്മൾ എന്തിനാ ട്രാൻസ്പോർട്ട് മീഡിയം യൂസ് ചെയ്യുന്നത്?
അതിന്റെ വയബിലിറ്റി എല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ആ ഗ്യാപ്പിനിടയ്ക്ക് അതിന്റെ വയബിലിറ്റിക്ക് ഒന്നും സംഭവിക്കരുത് അല്ലെ. അപ്പോ പ്രിസർവിംഗ് ദ വയബിലിറ്റി ഓഫ് പാത്തോജൻസ് ലൈക്ക് സാൽമണല്ല ആൻഡ് ഷിഗല്ല ഇൻ ഫീക്കൽ സ്പെസിമെൻസ്. ഓക്കെ, അപ്പൊ കാരി ബ്ലെയർ മീഡിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. യെസ്, ദെൻ അപ്പോൾ സാൽമണലയുടെ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതിന്റെ എൻറിച്ച്മെന്റ് മീഡിയ സെലിനേറ്റീവ് ബ്രോത്തും ടെട്രോസാലിനേറ്റീവ് ബ്രോത്തും അതുപോലെ സെലക്ടീവ് മീഡിയ BSA DCA ഒക്കെ നമ്മൾ കണ്ടു, അതുപോലെ XLD മീഡിയ ഒക്കെ കണ്ടു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഷിഗല്ലയ്ക്കുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ബാസിലറി ഡിസെൻട്രി. അപ്പൊ ഷിഗല്ല ഈയിടെയായിട്ട് വളരെയധികം നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചിട്ട് വളരെ പരിചയമുണ്ട് അല്ലെ. അപ്പോൾ ഷിഗല്ലയ്ക്ക് യൂസ് ചെയ്യുന്ന സെലക്ടീവ് മീഡിയ നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു DCA അല്ലെ. DCA എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഷിഗല്ലയ്ക്കും കൂടെ യൂസ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. Deoxycholate citrate ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇറ്റ്സ് എ പ്രിഫേർഡ് സെലക്ടീവ് മീഡിയ ആണ് ഐസോലേറ്റിംഗ് ഷിഗല്ല ഫ്രം സ്റ്റൂൾ സ്പെസിമെൻ. ദെൻ സാൽമണല്ല ഷിഗല്ല അഗർ. എന്താണ് സാൽമണല്ല ഷിഗല്ല അഗർ? ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ എന്താണ് സെലക്ടീവ് ഐസൊലേഷൻ ഓഫ് ബോത്ത് പാത്തോജൻ. അപ്പൊ ഇതുപോലെ തന്നെ അല്ലെ സാൽമണല്ല ഷിഗല്ല ത്രൂ ദ സം സ്ട്രെയിൻ ഓഫ് ഷിഗല്ല ലൈക്ക് ഡിസെൻട്രിയ ടൈപ്പ് 1 മേ ഗ്രോ പുവർലി ഓൺ ഇറ്റ്. അപ്പോ ചില സ്ട്രെയിൻസ്, അതായത് ഷിഗല്ല ഡിസെൻട്രിയ ടൈപ്പ് 1 മാത്രം അത്ര അങ്ങ് വളരുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ പേര് പോലെ തന്നെ സാൽമണലയ്ക്കും ഷിഗല്ലയ്ക്കും വേണ്ടി തന്നെ സെലക്ടീവ് മീഡിയ ഏതൊക്കെയായിരുന്നു? DCA ഒന്ന് പരിചയപ്പെട്ടു. ദെൻ സെക്കൻഡ് SS സാൽമണല്ല ഷിഗല്ല അഗർ. ഓക്കെ, ദെൻ ഡിഫറൻഷ്യൽ മീഡിയ മെക്കോങ്കി തന്നെയാണ്. ഷിഗല്ല സ്പീഷീസ് എന്താണ്? നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് തന്നെയാണ് അല്ലെ, NLF അല്ലെ. നേരത്തെ നമ്മൾ സാൽമണലയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഷിഗല്ല സ്പീഷീസ് ആർ നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ് പെയിൽ കളർലെസ് കോളനീസ് ആയിരിക്കും. ലാക്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലെ. ഓക്കെ, ദെൻ ലാക്ടോസ് ഫെർമെന്റ് ചെയ്യുന്നില്ല. ദെൻ ട്രാൻസ്പോർട്ട് മീഡിയ, അതിലും ഈ കാരി ബ്ലെയർ മീഡിയ തന്നെയാണ്, ഒന്ന് നോട്ട് ചെയ്യാം. കാരി ബ്ലെയർ മീഡിയ സ്പെസിമെൻ കാനോട്ട് പ്രോസസ്ഡ് ഇമ്മീഡിയറ്റ്ലി. എന്ത് ചെയ്യണം? ദിസ് ട്രാൻസ്പോർട്ട് മീഡിയം ഈസ് ഹൈലി എഫക്റ്റീവ് ഫോർ പ്രിസർവിംഗ് ദ വയബിലിറ്റി ഓഫ് ഷിഗല്ല ആൻഡ് അതർ എൻറ്ററിക് പാത്തോജൻസ്. അപ്പൊ നമ്മൾ ഉടനെ അതിനെ പ്രോസസ്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നമുക്ക് വേറെ ലാബിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ആ ഒരു കണ്ടീഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാരി ബ്ലെയർ മീഡിയ, ഓക്കെ, അതിന്റെ വയബിലിറ്റി ഒക്കെ അതുപോലെ തന്നെ നിലനിർത്തുന്ന ഒരു മീഡിയ ആണ് കാരി ബ്ലെയർ മീഡിയ. നമ്മൾ നേരത്തെ സാൽമണലിലും പരിചയപ്പെട്ടു. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സാൽമണലയ്ക്കും ഷിഗല്ലയ്ക്കും യൂസ് ചെയ്യുന്ന കുറച്ച് കൾച്ചറൽ മീഡിയാസും കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. വളരെ സിമ്പിൾ ആണ്. സാൽമണലും ഷിഗല്ലയും ബാക്ടീരിയോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് തന്നെയാണ്. അതിന്റെ മീഡിയാസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ മീഡിയാസ് ഒക്കെ ഒന്ന് ഓർമ്മയിൽ ഇരിക്കട്ടെ. എൻറിച്ച്മെന്റ് മീഡിയ, അതുപോലെ തന്നെ സെലക്ടീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മീഡിയ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം സാൽമണലയ്ക്കും ഷിഗല്ലയ്ക്കൊക്കെ ഏകദേശം ഒരേ മീഡിയാസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് തന്നെ ഇതിന്റെ മീഡിയാസ് കൾച്ചറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.